ഹലോ, എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കില്ല നമ്മൾ ഓരോരുത്തരും. നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ചെടികളൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കും. പക്ഷെ അത് കഴിഞ്ഞാലും പലപ്പോഴും ചെടികൾ പൂക്കാറുമില്ല, ചെടികളൊന്നും തഴച്ച് വളരാറുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കുള്ള പലർക്കും നിരാശയായിരിക്കും ഫലം. പിന്നെ ചെടികളൊക്കെ വളർത്തണമെന്ന് തന്നെയുള്ള ഒരു ആഗ്രഹം തന്നെ നമുക്ക് ഇല്ലാതാവും. പക്ഷേ ഇതിനൊക്കെ ഒരു വലിയ സൊല്യൂഷനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടി കൊണ്ട് നമുക്ക് പൂക്കൾക്കും ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു വളം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, 3 ദിവസം പഴക്കമുള്ള നല്ല പുളിച്ച കഞ്ഞിവെള്ളം, ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് വേണ്ടത്. അപ്പോൾ 1 ലിറ്ററോളം കഞ്ഞിവെള്ളം ഇതുപോലെ 3 ദിവസം പുളിപ്പിച്ചത് വേണം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 2 ദിവസവും കൂടി മൂടി വയ്ക്കണം. 2 ദിവസവും കൂടി കഴിയുമ്പോൾ ഈ പാത്രം തുറന്നു നോക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം നല്ല രീതിയിൽ കട്ടിയായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിക്കനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളം നല്ലൊരു വളമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പച്ചക്കറികൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലും അത് നല്ല രീതിയിലുള്ള വിളവ് തരും. അതുപോലെ തന്നെയാണ് ചെടികൾക്കും. കഞ്ഞിവെള്ളം മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വഴി മണ്ണിൻ്റെ ഫലഭൂഷ്ഠതയാണ് കൂടുന്നത്. അതുപോലെ കാപ്പിപ്പൊടിയിൽ നൈട്രജനും പൊട്ടാസ്യവും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് പൂക്കൾ ഉണ്ടാകാനായിട്ടും ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇത് വേനൽക്കാലത്തും ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം. കാരണം ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരാനുമായിട്ടും ഇത് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.